സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത് വാക്യം വായിച്ച് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവും വന്ദനത്തെയും ഓർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു പുതിയ മാസത്തും ഈ ആഴ്ച ആരംഭിക്കുകയാണല്ലോ. ഈ പുതുമാസത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ ഓരോരുത്തരെയും നിലനിർത്തട്ടെ. സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ക്രിസ്തുവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറുവാൻ കഴിയട്ടെ. നമ്മുടെ ഉൾക്കരുത്ത് ക്രിസ്തുവാണ്. നമ്മളെ നടത്തുന്നത് കർത്താവാണ്. കർത്താവിൽ തന്നെ ആശ്രയിച്ച് പ്രത്യാശയോടെ ഉറപ്പോടെ ആ തിരുമുഖത്തേക്ക് നോക്കി ആ വചനത്തിൽ ഉറച്ച് നമുക്ക് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ജീവിത വിജയം കൊയ്യുവാൻ മറ്റൊരു രഹസ്യവുമില്ല. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവന് ജീവിത വിജയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് തന്നെ ആശ്രയമായിരിക്കേണ്ടതിനായി ഞാൻ പ്രത്യേകം നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത് ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. സ്തോത്രം. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതല്ലേ പ്രിയമുള്ളവരെന്നെ കേൾക്കുന്ന? അല്ലാത്തവരുണ്ടെങ്കിൽ സ്വീകരിക്കണം. സ്വീകരിക്കുക, അല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് പിതാവായ ദൈവം ഒരുക്കിയ മാർഗമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്കാണ് നിത്യതയുള്ളത്, ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ എത്തപ്പെടുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, മുൻവിധികളൊന്നുമില്ലാതെ നിങ്ങൾ ഏത് പശ്ചാത്തലമാണെങ്കിലും യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. കർത്താവേ, അങ്ങയാണ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചത്, അങ്ങ് ദൈവപുത്രൻ, ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് എൻ്റെ ഉള്ളത്തിൽ വരണമേ എന്ന് പറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി ഏറ്റെടുക്കണമെന്ന് പ്രത്യേകം പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സ്വീകരിക്കപ്പെട്ടവർ അവരുടെ കൂട്ടായ്മയിൽ നടക്കണമെന്ന് തിരുവചനം പറയുന്നത്. കൂട്ടായ്മയിൽ, ക്രിസ്തുവുമായുള്ള കൂട്ടുകെട്ടിൽ. നമുക്ക് ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ട് ഈ ലോകത്തിലെ. ഒരുപാട് ബന്ധങ്ങൾ, കൂട്ടായ്മകളൊക്കെ നമുക്കുണ്ട്. നമ്മുടെ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയുണ്ട്, വിദ്യാഭ്യാസ കാലഘട്ടത്തുണ്ടായിരുന്ന കൂട്ടായ്മയുണ്ട്, ഓഫീസ് സംബന്ധമായ ബിസിനസ് സംബന്ധമായ കൂട്ടായ്മയുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുടെ കൂട്ടായ്മയുണ്ട്, ഞങ്ങളുടെ കുടുംബയോഗം എന്നൊക്കെ പറയുന്ന പോലെ വ്യത്യസ്തമായ നിലയിൽ ഒരുപാട് കൂട്ടായ്മകൾ പിന്തുടരുന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉറപ്പ് പറയാം, നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ കൂട്ടായ്മ, എപ്പോഴും വേണ്ടുന്ന കൂട്ടം, നിരന്തരമായി ഉണ്ടാകേണ്ട കൂട്ടായ്മ, നിങ്ങളുടെ ആയുസ്സുള്ള കാലമൊക്കെയും നിങ്ങൾക്കുണ്ടാകേണ്ട കൂട്ടായ്മ. ഇന്ന് ആ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സംസാരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇത് കേൾക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ, നിങ്ങൾ ആ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അവനെ കേൾക്കുവാൻ, ആ കർത്താവിനെ പറ്റി അറിയുവാൻ, ആ കർത്താവിൻ്റെ നാമത്വവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത് കേൾക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ നാമത്തോട് ചേർന്ന് വസിക്കുവാനൊക്കെ നിങ്ങളെ ഇടയാക്കി തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കൂട്ടായ്മയിൽ നടപ്പീൻ എന്ന് പറയുമ്പോൾ നിരന്തരമായി വേറിട്ട് നടക്കാനല്ല, വ്യത്യസ്തമായ വഴികളിലൂടെ പോകാനല്ല, എല്ലാവരോടും ഒപ്പം ഒരുവനായി ക്രിസ്തുവിനെ കാണുവാനല്ല, സ്വതന്ത്രം എല്ലാ വിശ്വാസങ്ങളിലും ഒരു വിശ്വാസമായി കാണുവാനല്ല, എല്ലാ മുറവിളിയുടെയും കൂടെ ഒരു വിളിയായി വിളിക്കുവാനുള്ളതല്ല യേശു. അവന് ആ കർത്താവായ യേശു ആയിരിക്കണം നമ്മുടെ രക്ഷകനെന്ന ഉത്തമ ബോധ്യത്തോടെ ആ ക്രിസ്തുവിനെ തന്നെ പിൻപറ്റി, ക്രിസ്തുവിൽ തന്നെ ഏകാഗ്രചിത്തരായി കർത്താവിനോടൊപ്പം തന്നെ നടക്കുന്ന ഒരനുഭവത്തിലേക്ക് മാറണം. ഈ ലോകത്ത് പലവിധമായ മിഥ്യാധാരണകളിലേക്ക് ആൾക്കാർ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോകുന്നൊരു കാലഘട്ടമായിരിക്കുന്നത്. അവിടെ രക്ഷ, ഇവിടെ രക്ഷ, അവിടെ പ്രാർത്ഥിച്ചാൽ വിടുതൽ, ഇവിടെ പ്രാർത്ഥിച്ചാൽ വിടുതൽ, അവിടെ നേർച്ച വെച്ചാൽ, ഇവിടെ തീർത്ഥയാത്ര നടത്തിയാൽ ഒന്നുമില്ല. ഒരേ ഒരു രക്ഷകൻ, അത് കർത്താവായ യേശുവാണ്. ആ യേശുവുമായി ഒരാത്മബന്ധത്തിൽ വന്നാൽ ആ യേശുവോടൊപ്പം വേണം യാത്ര ചെയ്യുവാൻ, യേശുവോട് കൂടെ വേണം നടക്കാൻ, യേശുവുമായി വേണം കൂട്ടായ്മ ഉണ്ടാകുവാൻ. തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. കർത്താവിൻ്റെ കരം പിടിച്ച് വേണം നടക്കാൻ. ഒരു മാറ്റവും പാടില്ല. നിങ്ങൾ സ്വയബുദ്ധിയിൽ ആശ്രയിക്കരുത്, സ്വന്തം ബുദ്ധിയിൽ വേരൂന്നരുത്, ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കണം. തീരുമാനങ്ങൾ ക്രിസ്തുവോട് ചേർന്നെടുക്കണം. എന്തുമുണ്ടെങ്കിലും കർത്താവുമായി പങ്കുവയ്ക്കണം. നിങ്ങളുടെ പങ്കാളിയായി, നിങ്ങളുടെ കൂട്ടുകാരനായി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിചാരകനായി, നിങ്ങളെല്ലാം ഷെയർ ചെയ്യുവാനുള്ള ആളായി. നിങ്ങൾക്ക് സ്തോത്രം യേശുവല്ലാതെ മറ്റൊന്നിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുവാനിടയാകുന്നു. മറ്റൊന്നിലേക്കും എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും എന്നെ ആശ്രയിക്കുന്നെങ്കിൽ എനിക്ക് കൊള്ളാത്തവനാകുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ആ ക്രിസ്തുവുമായി മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയം, അവനോട് പറ്റിച്ചേർന്നിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, അവനോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിച്ചു ഉയർത്തും. കർത്താവുമായി പറ്റിയിരിക്കണം, കർത്താവുമായുള്ള കൂട്ടായ്മയിൽ തന്നെ ബന്ധിതരായിരിക്കണം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നു.
അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും നിങ്ങൾ ഉപദേശിച്ചു വന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്വതന്ത്രത്തിൽ കവിഞ്ഞു മേപ്പി. അവനിൽ വേരൂന്നി ആത്മീക വർധനവ് പ്രാപിച്ചു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ വേരൂന്നുന്നതിനെ പറ്റി പറയാം. വേരൂന്നുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൃക്ഷത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം, ആ വൃക്ഷത്തിൻ്റെ നിലനിൽപ്പ് എത്ര കൂറ്റനായി വളർന്നാലും അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയ വേരിൻ്റെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ആഴത്തിലേക്ക് വേരുകൾ ഊന്നും തോറും ഈ മരം എത്ര ഉയർന്നാലും അതിനെ കരുത്തോടെ നിലനിർത്തുവാൻ, എത്ര ഫലവത്തായാലും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും, ഏത് വലിയ പേമാരിയിലും അത് തകർന്നു പോകാതെ നിലനിൽക്കുവാൻ അതിൻ്റെ വേരുകൾ അവരും നൽകുന്നത്. എത്ര വലിയ കുത്തൊഴുക്കളും പ്രളയങ്ങളുണ്ടായാലും ആഴത്തിൽ വേരൂന്നിയ ഒരു വൃക്ഷമാണെങ്കിൽ അതിന് ആ മണ്ണിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആടിയുലഞ്ഞ് തകർന്നു പോകാതിരിക്കുവാൻ ക്രിസ്തുവിൽ വേരൂന്നാനാണ്. ലോകജ്ഞാനത്തിൽ വേരൂന്നരുത്, ലോകവിശ്വാസങ്ങളിൽ വേരൂന്നരുത്, ലോകത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ വേരൂന്നരുത്. നിങ്ങൾ വേരൂന്നുന്നെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നണം. ക്രിസ്തുവാകുന്ന വചനം, അതിൽ ആഴങ്ങളിൽ നിങ്ങൾ വേരൂന്നിയാൽ, വചനം ധ്യാനിക്കുകയും വചനം ഗ്രഹിക്കുകയും ആ വചനത്തെ തന്നെ നിങ്ങളുടെ സ്തോത്രം ധ്യാനമാക്കി തീർക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആ വെളിപ്പാടുകളിൽ നിറഞ്ഞു നിൽക്കുവാൻ കഴിയും. ഇന്ന് ലോകത്തിന് മുഴുവൻ ബൈബിൾ പ്രസംഗിക്കുന്നവർക്ക് പോലും ക്രിസ്തുവിനേക്കാൾ അധികമായി മറ്റു പലരെയുമാണ് പരിചയപ്പെടുത്തുവാൻ താല്പര്യം. അതിൻ്റെ അർത്ഥം തന്നെ അവർ ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് ഈ വചനം എടുത്തിട്ടും ഇതുവരെ എത്തപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തപ്പെട്ട് കഴിഞ്ഞാലുള്ള ഗുണം ക്രിസ്തുവായിരിക്കും നമ്മുടെ ശ്രദ്ധാകേന്ദ്രം, നമ്മുടെ സംസാര വിഷയം. നമ്മൾ ഏറ്റവും അധികം പ്രണയിക്കുന്നവരെ പറ്റി സംസാരിക്കുന്നവർ, ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരെ പറ്റി സംസാരിക്കുന്നവർ എപ്പോഴും ക്രിസ്തുവായിരിക്കും നിങ്ങളുടെ നാവിൽ. ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ സ്തോത്രം, ക്രിസ്തുവിലേക്ക് സകലരെയും ആകർഷിക്കുമെന്ന് പിതാവ് പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ള സകലതും ക്രിസ്തുവിലൂടെ നിങ്ങളിലേക്ക് ആകർഷിതമായി തീരും. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി വേണ്ടതൊക്കെയും ചേർക്കപ്പെടുമെന്ന് പറയുവാനിടയായി തീർന്നു. അവനിൽ വേരൂന്നിയും ആത്മീക വർധനവും പ്രാപിക്കും. വേരൂന്നി ക്രിസ്തുവിൻ്റെ ആഴങ്ങളിലേക്ക് തിരുവചനത്തിൽ വേരൂന്നി നിൽക്കുന്ന, ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിൽ ആത്മീക വർധനവും പ്രാപിക്കപ്പെടും. ആത്മീക വർധനവും പ്രാപിക്കപ്പെടും. ആത്മീയമായി വർദ്ധിക്കപ്പെടണമെങ്കിൽ വിശുദ്ധ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായി കയറണം, എങ്കിലേ നമുക്ക് ആത്മീയമായ വർധനവുണ്ടാകുന്നു. ആത്മീയ വർധനവ് പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്വാതന്ത്ര്യത്തിൽ കവിഞ്ഞുമിരിപ്പി. സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി. സ്വതം നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന പൗലോസപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതുകയാണ്, നിങ്ങളോട് ഉപദേശിച്ചു തന്ന ക്രിസ്തുവിൻ്റെ ഈ പഥ്യവചനം അത് നിങ്ങൾ ആ ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം സ്വതം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. കാരണം തിരുവനന്തപുരം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തു എന്നാണ് പ്രായലേഖനകാരൻ പറയുന്നത്. അവൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. പൂർത്തി വരുത്തുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. അവങ്കിലേക്കാണ് നമ്മുടെ ശ്രദ്ധയും നോട്ടവും ഉണ്ടായിരിക്കേണ്ടതെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന നിങ്ങളുടെ നാവിൽ സ്തോത്രം കവിഞ്ഞും വരണമെന്നാണ് പറയുന്നത്. സ്തോത്രം പറയാൻ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ഉറയ്ക്കാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിൽ ഉറച്ചാൽ നിങ്ങളുടെ അതിരം സ്തോത്രം കൊണ്ട് നിറയും. ക്രിസ്തുവിൻ്റെ പരമയാഗമാകുന്ന ആ യാഗം നിങ്ങളെ അനുസ്മരിക്കുവാൻ ഇടയാക്കുന്നുണ്ടെങ്കിൽ ആ സ്തോത്രം എന്ന അതരഫലയാഗവും നിങ്ങളിൽ നിറയുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് ഒരു ഉറപ്പ് തരാൻ വേണ്ടിയാണ്, ക്രിസ്തുവിൽ വേരൂന്നിയവർക്ക് സ്തോത്രം, ആ ക്രിസ്തുവിൽ വേരൂന്നിയവർക്ക് ആത്മീക വർധനവും വരുവാനിടയായിത്തീരും. ആത്മീക വർധനവ് പ്രാപിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും സ്വതം വിശ്വാസത്തിൽ ഉറപ്പ് പ്രാപിക്കുവാൻ കഴിയും. സ്വതം വിശ്വാസത്തിൽ ഉറപ്പ് പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ആയിരിക്കണം. നിങ്ങൾ ക്രിസ്തുവാണ് വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് നാം കണ്ടു. പൂർത്തി വരുത്തുന്നതും ക്രിസ്തുവാണെന്ന് അവനെ തന്നെ നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയം വിശ്വാസത്താൽ ഉറയ്ക്കത്തുള്ളൂ. അങ്ങനെ ഉറയ്ക്കുന്ന നിങ്ങളുടെ അതരങ്ങൾ സ്തോത്രത്താൽ കവിഞ്ഞിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പൗലോസപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞത്, അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ തന്നെ വേരൂന്നുവീൻ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ വർദ്ധിച്ചു വരുവാനും ആ ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കാനും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിലേക്ക് സ്വതന്ത്രം നോക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതം, ക്രിസ്തുവിൽ ഏകാഗ്രചിത്തമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഒരിക്കലും തകർന്നു പോകാനോ നിരാശപ്പെടുവാനോ പരാജയമാകുവാനോ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് നിങ്ങൾക്ക് തുണയായി ഉണ്ടാവും.
ബലം പകരും. അവൻ്റെ വചനത്തിൻ്റെ ധ്യാനിച്ച് ആ വചനത്തിൽ വേരൂന്നി നിൽക്കുന്ന ഒരു ദൈവവൈതൽ തകർന്നു പോകാതെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഉറപ്പോടെ നിൽക്കുവാൻ കഴിയും. ഇന്നലെയൊക്കെ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന സമയങ്ങളുണ്ട്. കാരണം ചിലരൊക്കെ അതുപോലെ തകർന്നു പോയി, തരിപ്പണമായി പോയി. അവർ പറഞ്ഞ വാക്കുകൾ ഇതാണ്: യേശുവ എനിക്ക് ജീവിക്കുവാൻ പ്രതീക്ഷ നൽകിയത്, യേശുവ എൻ്റെ കുടുംബത്തിന് സമാധാനം നൽകിയത്, യേശുവിനെ കണ്ടതായെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഹൃദയമങ്ങ് പിടഞ്ഞു പോവുകയാണ്. എത്രയോ പേർ ഇതറിയാതെ പൊലിഞ്ഞു പോയി. അവരുടെ നടുവിൽ നമുക്ക് കുറച്ച് പേരുടെ അരികിലെങ്കിലും ഇത് പറയുവാനും അവരെ നിലനിർത്തുവാനും കഴിയുന്നല്ലോ. അതുകൊണ്ട് ഈ പ്രമാദം എനിക്കറിയാം. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി നിങ്ങളോട് പറയുമ്പോൾ, യേശുവിൽ വേരൂന്നണമെന്ന് പറയുമ്പോൾ, യേശുവിൽ ഉറയ്ക്കണമെന്ന് പറയുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ആ കൂട്ടായ്മയിൽ നടക്കണമെന്ന് പറയുമ്പോൾ, നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ആ ക്രിസ്തുവിൻ്റെ നിർമ്മലതയിൽ അവനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായ വിജയങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ പരാജയങ്ങൾക്ക് അറുതി വരും. നിങ്ങളുടെ തകർച്ചകൾ എന്നേക്കുമായി നീങ്ങും. നിങ്ങളുടെ പ്രത്യാശകൾക്ക് ഭംഗം വരത്തില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. ഉറപ്പും ധൈര്യവുമുള്ളവരായി പുതുമാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുടെ ഒരു മാസമായി ഏപ്രിൽ മാസം തീരട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹ പൂർണ്ണതയുള്ളതായി തീരട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അത്ഭുത സാക്ഷ്യങ്ങളുടെ ദിനങ്ങളായി ഈ മാസത്തിലെ ഓരോ ദിവസവും മാറട്ടെ എന്ന് ക്രിസ്തുയേശുവിൽ ഞാൻ ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൽ തന്നെ വേരൂന്നണം. സ്തോത്രം. അവൻ്റെ കൂട്ടായ്മയിൽ തന്നെ നടക്കണം. സ്തോത്രം. അതിന് കർത്താവ് എന്നെയും നിങ്ങളെയും പ്രാപ്തരാകട്ടെ. കർത്താവിൻ്റെ കൂട്ടായ്മയിലാണ് നടക്കുന്നതെങ്കിൽ, ക്രിസ്തുവിൽ വേരൂന്നിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഈ മാസം തുടങ്ങുകയാണ് അത്ഭുതങ്ങളുടെ ഒരു മാസമായി മാറും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവ്, യേശുവിൻ്റെ നാമത്തിൽ പ്രഭാതത്തിനെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. പുതുമാസം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവോടുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ, ക്രിസ്തുവിൽ വേരൂന്നി നിൽപ്പാൻ, കർത്താവെ അവിശ്വാസം അവരുള്ളിൽ വർദ്ധിക്കുവാൻ, കർത്താവെ അങ്ങേ സ്തോത്രത്തിൽ കവിഞ്ഞു വരുന്നവരായി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. ഈ പുതുമാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമാകണം. നന്മകൾ കൊണ്ട് നിറയുന്ന മാസമാകണം. എല്ലാ കർത്താവെ സ്തോത്രം പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള പ്രാപ്തിയും കൃപയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഘോഷിക്കുന്ന മഹത്വരിമാർ സാക്ഷ്യങ്ങൾ പ്രാപിക്കുന്ന ഒരു മാസമായി തീരണം. കർത്താവ് ഭാരത്തോടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയുടെ ആണിപ്പാടുള്ള കരം കൊണ്ടവരും തുടരണമേ. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാതെ ക്ലേശപ്പെടുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ആശ്വാസപ്രദനായ കർത്താവിൻ്റെ താങ്ങുന്ന കരം അവരെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തരികയാണ്. ജീവിതത്തിൻ്റെ നാനമൂഹമായ ഭാഗങ്ങളിൽ ഒരുപാട് ഭാരങ്ങളും വിഷയങ്ങളുമൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി വെക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടാകാം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നൊന്നായി കെട്ടുകളെ അഴിച്ച് അവരെ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങൾക്ക് മറുപടി നൽകണം. കർത്താവായ യേശുവിൻ്റെ നാമം ഉയരിലൂടെ ഉയർത്തപ്പെടണം. ഇന്ന് കണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പുതുമാസത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഐശ്വര്യ സമ്പൂർണ്ണതയുടെ ഒരു മാസം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൽപ്പിച്ചാക്കും. പിതാവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയൊരു ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. പുതുമാസം ഏറ്റവും മനോഹരമായി തീരും. ഗോഡ് ബ്ലെസ് യു. ലവ് യു. ടിയർ ഓൺ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൃപയുടെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.